ആ ഡോർ അവിടെ നിന്ന് ക്ലോസ് ചെയ്തായിരുന്നു. ഇത് ഉള്ളപ്പോൾ മാനസി പത്തിലായിരുന്നു. 10ാം ക്ലാസ്സിലാണ്. എന്തുവായിരുന്നു സംഭവം? മാനസിയെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ ഒരു മകളായിട്ട് തന്നെയാണ് മാനസി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തായാലും കലാരംഗത്തായാലും ഒരുപാട് മികവ് തെളിയിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇപ്പം ഇന്നിപ്പോൾ ആ മൃതശരീരം കിടക്കുന്ന മുറിയിൽ ഉൾപ്പെടെ നമ്മൾ പോയി നോക്കുമ്പോൾ കാണാൻ കഴിയും. ആ ഭിത്തിയിൽ മുഴുവൻ മാനസി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേടിയ നേട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള മൊമെന്റുകളും മറ്റ് അംഗീകാരങ്ങളെല്ലാം ആ മുറിയിൽ കാണാൻ കഴിയും. അപ്പം അത്രമാത്രം ടാലന്റ് ഉള്ള ഒരു കുട്ടിയാണ്. പഠന രംഗത്തും അതോടൊപ്പം തന്നെ കലാരംഗത്തും. ഇപ്പം നമ്മുടെ നാടിനോട് ചേർന്ന ഒരു വായനശാല സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ വായനശാലയിൽ മാനസി അടക്കം ഈ നാട്ടിലെ ഒരുപാട് കുട്ടികൾ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും അവിടെ ചെന്ന് പരിപാടികളും അവർ അതുമായി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനമൊക്കെ നടത്തുന്നത്. മാനസിക്ക് മറ്റൊരു ചെറിയൊരു പ്രയാസം കൂടി, ചെന്നൈയുടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കുറച്ച് നാളായി വായനശാലയിൽ വരുന്നില്ല. അപ്പം ഇന്നലെ CI വന്നപ്പം ഈ സംഭവ സ്ഥലത്ത് നിന്നും ഏകദേശം 5 മണിയോടുകൂടിയാണ് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പം CI ഉൾപ്പെടെ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് ചെല്ലുന്നത്. ചെല്ലുമ്പം കയറുന്ന റൂമിൽ തന്നെ ഫാനിൽ കയ്യിൽ കെട്ടി തൂങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ സമീപത്തായി ഒരു കത്ത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും അതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം പോലീസാണ് സ്വാഭാവികമായിട്ടും പറയേണ്ടത്. പോലീസ് പറയും. എന്തായാലും മാനസി 15 വയസ്സ് മാത്രമുള്ളൊരു കുട്ടിയാണ്. പട്ടാഴി ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. വലിയ മാനസിക പ്രയാസം ആ കുട്ടിക്കുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി ഇത്തരം ഒരു കടുംകൈ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ലെറ്റർ എഴുതി വെച്ചേക്കുന്നത് എന്തുവന്നില്ല നമുക്ക് എന്തോ എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ വായിച്ചില്ല. പോലീസാണ് വായിച്ചിട്ടുള്ളത്. പോലീസാണ് സ്വാഭാവിക അന്വേഷണങ്ങളുടെ ഭാഗമായി പോലീസാണ് പ്രതികരിക്കേണ്ടത്. എന്തായാലും ഒരു വലിയ മാനസിക പ്രയാസം ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പോലീസ് പറയുന്ന അത്ര നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. തൂങ്ങിയ മരണമായിരുന്നല്ലേ? തൂങ്ങി മരിച്ചു. എത്ര മണിക്കായിരുന്നു സംഭവം? ഏകദേശം എന്നെ വിളിക്കുമ്പോൾ 5 മണിയായി. വൈകുന്നേരം 5 മണി. വൈകുന്നേരം 5 മണിയായി. ഒരു 4:45 4:00ക്ക് ശേഷം ആണ് സംഭവം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വീട്ടില് ആരെങ്കിലും ഉണ്ടായിരുന്നോ? വീട്ടില് അച്ഛനും അമ്മയും അമ്മൂമ്മയും, ഏക മകളാണ് മാനസി. അച്ഛനും അമ്മയും അമ്മൂമ്മയാണുള്ളത്. അച്ഛനും അമ്മയും സാധാരണ നാട്ടിൻ പ്രദേശത്തിനകത്ത് സാധാരണ കർഷകരാണ്. അവര് ഉപജീവന മാർഗം പശു ഒക്കെ അങ്ങനെ ഒരു സാധാരണപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകളാണ്. അന്നേരം ഈ മരണസമയത്ത് അവരവിടെ ഇല്ലായിരുന്നോ? മരണസമയത്ത് അവിടെ ഒരു വീട് തൊട്ടപ്പുറത്ത് ഒരു 3 വീടിനപ്പുറം വാടകയ്ക്ക് കൊടുക്കുന്നൊരു വീടുണ്ട്. അപ്പൊ ആ വീട്ടിലേക്ക് അടുത്ത ദിവസം ഒരു പുതിയ വാടകക്കാർ വരുന്നുണ്ട്. അപ്പൊ ആ വീടൊന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് താക്കോല് ഈ മാനസിയുടെ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മാനസിയും മാനസിയുടെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു അത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. മാനസി അതിന്റെ ഇടയ്ക്ക് ഈ വീട്ടിലോട്ട് പോയിട്ട് വരാം. അന്ന് ക്ലീൻ ചെയ്യും മാനസി ഉണ്ട് കൂടെ. മാനസി ഇവര് പോയപ്പോ ഇവരുടെ കൂടെ സഹായിക്കാൻ വേണ്ടി മാനസി പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അതിനുശേഷം തിരിച്ച് പിന്നെ അച്ഛൻ ഇടയ്ക്കൊന്ന് വന്ന് നോക്കി, വിളിച്ചു, കേട്ടില്ല. പിന്നെ ആദ്യം അവള് കിടക്കുന്ന മുറിയിൽ നോക്കി, അതിലും കണ്ടില്ല. ജനലിൽ കൂടെയാണ് നോക്കുന്നത്. വീട് വലിയ അകത്തുനിന്ന് കുറ്റിയിട്ടേക്കോ. അങ്ങനെ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ അവസാനം അച്ഛൻ ആ ജനലിൽ കൂടെ നോക്കുമ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. അപ്പൊ അച്ഛൻ കുറെ കതവ് തല്ലി തകർത്ത് കയറാൻ നോക്കി, നടന്നില്ല. തൊട്ട അയൽവാസിയെ കൂടി വിളിച്ച് അദ്ദേഹം കൂടി വന്ന് ചവിട്ടി തുറന്നാണ് അഴിച്ചിട്ടത്. അഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പത്തനാപുരത്തെ EMS സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയായിരുന്നു. അന്നേരം അനക്കൊന്നും ഇല്ലായിരുന്നല്ലോ? ഇല്ല, അപ്പോഴത്തേക്ക് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ഇവിടെ കെട്ടഴിച്ചപ്പോൾ തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം മുഖത്തൊക്കെ തളിച്ചൊക്കെ നോക്കി. അത് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെ കാർ എടുത്തുകൊണ്ട് ആശുപത്രി ചെന്നു. ആശുപത്രി ചെന്നപ്പോൾ മരണം ഉറപ്പായായിരുന്നു. ഈ മരണ കാരണം എന്തെങ്കിലും സാഹചര്യം ഇല്ലാതെ അങ്ങനെ ഇത്ര മിടുക്കിയായ ഒരു പെൺകുട്ടി ചെയ്യാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഞാനിപ്പോ ആധികാരികമായി അതിനെപ്പറ്റി എനിക്ക് പറയുന്നത് പോലീസാണ് പറയുന്നത്. പക്ഷേ എന്തോ എനിക്ക് അവിടെ ചെന്നതിന്റെ ഭാഗമായി വീട്ടിലെ അച്ഛനും അമ്മയുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ കുട്ടിക്കൊരു പ്രണയമുള്ളതായിട്ടൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. അപ്പം അതാവാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആധികാരികമായി പോലീസ് പറയുമ്പോൾ മാത്രമേ നമുക്കറിയാൻ കഴിയൂ. പക്ഷേ എന്തായാലും അതുപോലെ എന്തോ വലിയ പ്രയാസം, കഠിനമായ പ്രയാസം ആ കുട്ടിക്കുള്ളത് കൊണ്ട് മാത്രമാണ് കുട്ടി ഇങ്ങനെ ചെയ്തത്. നമുക്കും പറയാനുള്ളത്, ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും ശരി, അതൊന്നും ഇത്തരമൊരു ജീവിതമില്ലാതാക്കിക്കൊണ്ട് അതിനൊരു മറുപടിയില്ല. അവർക്ക് അതിനെയൊക്കെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ വേണ്ടി നമ്മുടെ പുതിയ തലമുറ നിൽക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആവർത്തിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കുട്ടിക്ക്
സ്കൂളിലായാലും കൗൺസിലിംഗ് ഉൾപ്പെടെ കിട്ടുന്നുണ്ട്. മറ്റ് ഞാൻ പറഞ്ഞതുപോലെ സമൂഹവുമായി ഒരു ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം ഒരു വായനശാലയിൽ ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടുന്ന പുതിയ തലമുറ വായനയിൽ നിന്നൊക്കെ അകന്നു പോകുന്നുവെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ കുട്ടി അങ്ങനെ അല്ലായിരുന്നു. കുട്ടി വായനശാലയിലൊക്കെ വന്ന് കലാരംഗത്ത് വലിയ മികവ് പിന്നെ അധ്യാപകർ ഉൾപ്പെടെ ഇവിടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വരുമ്പം സ്കോളർഷിപ്പ് ഉൾപ്പെടെ പഠനരംഗത്ത് മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന സ്കോളർഷിപ്പ് ഉൾപ്പെടെ നേടുന്ന ഏറ്റവും മികവാർന്ന കുട്ടിയാണ് മാനസി. അന്നേരം ഈ സ്കൂളില് ഒക്കെ ഈ കുട്ടിയെ പറ്റിയാണ് ടീച്ചർമാരുടെ ഒക്കെ ഒരു എല്ലാ അഭിപ്രായം. അധ്യാപകരും മൊത്തം വരുമ്പോഴും അവരുടെയൊക്കെ പ്രതികരണം അവിടെ വന്ന ഞാൻ മനസ്സിലാക്കുന്നത് വന്ന കുറേ മാധ്യമങ്ങളെല്ലാം അവരുടെയൊക്കെ പ്രതികരണം തേടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഏറ്റവും മികവാർന്ന കുട്ടിയാണ്. മറ്റ് യാതൊരു തരത്തിലേക്കുള്ള ഒരു കുറ്റവും ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് പറയാനില്ല. പഠനരംഗത്തും സൂചിപ്പിച്ച പഠനരംഗത്തും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടിയാണ്. കലാരംഗത്തായി ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ്. കലാരംഗത്തും അതുപോലെ ഇതാണ് ഇപ്പം എനിക്കൊക്കെ വ്യക്തിപരമായി ഞാനൊക്കെ ഒരുപാട് എൻ്റെ ദൈനംദിനമായ ജീവിതത്തിനകത്ത് എപ്പോഴും കാണുന്ന ഒരു കുട്ടിയാണ്. ഇപ്പം ഈ ഞാൻ പറഞ്ഞ ചെന്നൈയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ജില്ലാ ആശുപത്രിയിലാണ്. നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് ആ കുട്ടി വീണ്ടും ഡോക്ടറെ കാണാൻ വേണ്ടി അപ്പോയിൻമെന്റ് എടുക്കുന്നത്. ഇന്ന് ദിവസം അവര് വാഹനമൊക്കെ വിളിച്ച് ഇന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായിരിക്കുകയാണ്. അപ്പം ഞാനെങ്കിൽ ആ ബന്ധപ്പെട്ട ഡോക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആശുപത്രിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഉൾപ്പെടെ ഞാൻ ഇന്ന് അവിടെ ചെന്നപ്പോൾ എന്നോട് പറയാറുണ്ട്. രാവിലെ ഞാൻ അച്ഛനുമായിട്ടൊക്കെ സംസാരിച്ച് പറയാറുണ്ടായിരുന്നു. ഇന്ന് അവള് തന്നെ പറഞ്ഞു ചേട്ടനെ വിളിക്കണം, ഡോക്ടറെ കാണണം എന്നൊക്കെ പറയുന്ന സാഹചര്യം. അപ്പം പെട്ടെന്ന് എന്തോ ആ ഒരു നിമിഷം ആ കുട്ടിക്കുണ്ടായ ഒരു പ്രയാസം അല്ലെ നേരത്തെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ജീവിതം അവസാനിച്ച് അങ്ങനെയൊന്നുള്ള ഒരു രീതിയല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് ആ സമയത്ത് മനസ്സിന് താങ്ങാൻ കഴിയാത്ത എന്തോ വലിയ പ്രയാസം ആ കുട്ടിക്കുണ്ടായി. ആ പ്രയാസത്തിന്റെ ഭാഗമായിട്ടാണ് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഏക മകളാണ്, അച്ഛനും അമ്മയ്ക്കുമുള്ള ഏക മകളാണ്. വലിയ വാത്സല്യത്തോടു കൂടിയാണ് ആ കുട്ടിയെ അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വേദനയാണ് ആ കുടുംബത്തിനുൾപ്പെടെ നാടിനുൾപ്പെടെ ഈ കുട്ടിയുടെ വിയോഗത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. ഏക മകളായിരുന്നു, വീട്ടുകാർക്ക് ആകപ്പാടെയുള്ള ഒരു തുണയായിരുന്നു. അന്നേരം ഈ പ്രേമനൈരാശ്യം തന്നെ ആയിരിക്കും കാരണം. അത് ആധികാരികമായി ഞാൻ പറഞ്ഞില്ല, ആധികാരികമായി ഞാൻ പറയുന്നത് ശരിയല്ല, എനിക്ക് പറയാനും കഴിയില്ല. പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ. അങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉള്ളതാണോ അങ്ങനെ വല്ലോ? പ്രദേശത്തു നിന്നുള്ള കുട്ടിയൊന്നും അല്ലെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ഇന്നിപ്പം സഹപാഠിയോ അങ്ങനെ ഇല്ല, സ്കൂൾ വിദ്യാഭ്യാസ ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന ആരുമല്ല. ഇന്നിപ്പോ അവിടെ വന്ന കൂട്ടുകാരികൾ സുഹൃത്തുക്കൾ ഇങ്ങനെ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം കൂടെ നോക്കിയിട്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ആകാം എന്ന് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരുമ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ട്. അതെ, സ്വാഭാവികം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ കൂടുതൽ വസ്തു നമുക്ക് പോസ്റ്റ്മോർട്ടം ഒക്കെ എവിടെ ആയിരുന്നു? പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ. അസുഖം മാറാൻ വേണ്ടി ഏതറ്റം വരെയും അവര് ചെയ്യുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഉള്ള വരുമാനമാണ് പശു. അന്നേരം ആ പശുവിനെ വരെ വിറ്റിട്ട് മകൾക്ക് വേണ്ടി സ്നേഹത്തോടു കൂടി വളർത്തിയൊരു കുട്ടിയായിരുന്നു. അത് ആനന്ദ മെമ്പറിന് ആ വീടുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടല്ലേ? ആ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ അവിടെ നമ്മുടെ നവകേരള സദസ്സിന്റെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ വരുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട്ടുമുറ്റ സദസ്സ് അവരുടെ വീടിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചത്. അവിടെ ഏകദേശം ഒരു 7-8 വീടുകളോളം. ആ വീട്ടിലെ എല്ലാ ആളുകളും നമ്മളോട് സഹകരിക്കുകയും ഈ പരിപാടിക്കൊക്കെ വരികയും ആ യോഗത്തിനെല്ലാം പങ്കെടുക്കുകയും നവകേരള സദസ്സിന് ഉൾപ്പെടെ വന്നത്. ആ യോഗത്തിൽ വെച്ചിട്ടും ഈ പ്രശ്നം എന്നോട് പറയുന്നത് ഇങ്ങനെ പിന്നെ ഡോക്ടറിനെ കാണണം, കാര്യം അവർ പോകുമ്പോഴത്തേനും ഒരുപാട് ലേറ്റ് ആവുന്നു, ഒത്തിരി പ്രയാസങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പറയും. അന്ന് തന്നെ ഞാൻ അവിടെ വെച്ച് തന്നെയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിലൊക്കെ വിളിക്കുന്നത്. അപ്പം ഓരോ തവണ പോകുമ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ആവശ്യമായ ഡോക്ടറിനെ ഉൾപ്പെടെ വിളിക്കാറുണ്ട്, ഹോസ്പിറ്റലിൽ സ്റ്റാഫിനെ ഉൾപ്പെടെ വിളിക്കാറുണ്ട്. ആവശ്യമായ കെയറിംഗ് ഒക്കെ അവർ നൽകുന്നുണ്ട്. കാര്യം ഒന്ന് ഇവിടുന്ന് ജില്ലാ ആശുപത്രി വരെ പോകണമെങ്കിൽ ഏകദേശം 46-50 കിലോമീറ്ററുണ്ട്. അപ്പോൾ ഇവർ രാവിലെ 3 മണിക്കും 4 മണിക്കൊക്കെ പോകുന്നത് ശരിയാണ്. ഒരു ദിവസം മുഴുവനായും അവരുടെ ഈ ചികിത്സയുള്ള ഒരു ദിവസം മുഴുവനായി പോകാറുണ്ട്. അപ്പം അതിനാവശ്യമായ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ എന്നും ദൈനംദിനമായി കാണുന്ന ഒരു കുടുംബമാണ് ആ കുട്ടി. നമ്മുടെ വായനശാല എന്ന് പറഞ്ഞ ഒരു പൊതുവായി ഒരു ഇടമാണ് നമ്മുടെ ജംഗ്ഷനിൽ. അപ്പം അവിടെ ഒരുപാട് മാനസിയെ പോലെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ പുതിയ തലമുറയിലുള്ള കുട്ടികൾ വായനശാല കേന്ദ്രീകരിക്കുന്നുണ്ട്. ആ വായനശാല കേന്ദ്രീകരിക്കുന്ന ഒരു കുട്ടിയാണ് മാനസി. നമ്മളെപ്പോഴും കാണുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. നാടിന് തീരാത്ത ഒരു സങ്കടമാണ്. കാരണം ഞാൻ മാനസിയെ പറ്റി ഇപ്പം നമ്മൾ അറിഞ്ഞിടത്തോളം മാനസി ഏക മകളാണെങ്കിൽ പോലും നാടിന് ഒരു പ്രിയപ്പെട്ട മകളായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷെ ആ കുട്ടി അത് മനസ്സിലാക്കിയില്ല, ഇല്ലേ? മനസ്സിലാക്കിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അപ്പനും അമ്മയ്ക്കും ഏക മകളും ഇനി ഒരാളും കൂടി ഇല്ല. ഒരിക്കലും നമ്മുടെ 1 അല്ല 12 പേരാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും മക്കള് തന്നെയാണ്.
ഇനി ആയാലും ഈ നാടിന് ഇങ്ങനൊരു ശാപം ഉണ്ടാവാതിരിക്കാൻ, ഈ നാടിന് മാത്രമല്ല ആർക്കും ഈ ഒരു ശാപം ഉണ്ടാവാതിരിക്കാൻ കഴിയട്ടെ എന്ന് പറയുകയല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല. നാട് പൂർണ്ണമായും ദുഃഖത്തിലായിരുന്ന ഒരു അവസരമാണിത്. മറ്റ് എന്ത് നമുക്ക് പറയാനാ? ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക.